ഹീബ്രൂസ് 3:6 എബ്രായ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് എടുക്കുന്നത്. ഇനി കുറേ നാളത്തേക്ക് എബ്രായ ലേഖനത്തിൻ്റെ കുറേ മർമ്മങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. 2026 ഞാൻ എവിടെയെല്ലാം പോകുന്നോ അവിടെ ഞാൻ എബ്രായ ലേഖനത്തെക്കുറിച്ച് പറയാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എബ്രായ ലേഖനത്തിലേക്ക് നമ്മളൊന്ന് ഈ ഒരു ലേഖനം വായിക്കുമ്പോൾ ഒരു പ്രത്യേകത ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് പണ്ട് തൊട്ടേ. ഇതെപ്പോൾ വായിക്കുമ്പോഴും ഞാൻ വിചാരിക്കും ഇതിനകത്തൂടെ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നതായിട്ട്, ഇതിനകത്തൂടെ പാസ് ചെയ്യുന്നതായിട്ട് ഒരു പ്രത്യേക ഫീലിംഗ് എനിക്കുണ്ടായിട്ടുണ്ട് പലപ്പോഴും. എന്തോ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ എബ്രായ ലേഖനം പ്രത്യേകമായിട്ട് ദൈവം എന്തോ ശ്രദ്ധയോടെ പഠിപ്പിക്കുന്ന പോലെ തോന്നിക്കുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൻ്റെ 3:6 ഇങ്ങനെയാണ് വായിക്കുന്നത്. 3:6 ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. വാക്യമെടുക്കുന്നത് നാം തന്നെ ദൈവത്തിൻ്റെ ഭവനമാകുന്നു. വി ആർ ദ ഹൗസ് ഓഫ് ഗോഡ്. നാം തന്നെ ദൈവത്തിൻ്റെ. ഇപ്പോൾ എബ്രായ ലേഖനത്തെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് എടുക്കുന്നെങ്കിലും ഇതിൽ ആദ്യത്തെ മർമ്മം എനിക്ക് പഠിപ്പിക്കാൻ തോന്നിക്കുന്നത് നമ്മളാണ് ദൈവത്തിൻ്റെ ഭവനമെന്ന്. അത് ഞാൻ ദൈവത്തിൻ്റെ ഭവനമാകാമെന്ന് പറയുമ്പം അവിടെ ഭവനം പണിയുന്ന സമയം തൊട്ട് ഉപയോഗിക്കുന്ന കല്ലുകൾ തൊട്ട് അതിൻ്റെ വാതിൽ, അതിൻ്റെ മുറികൾ, അതിൻ്റെ അടിസ്ഥാനം എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. ഒരു വീട്, ഒരു ഭവനം പണിയുന്നതിന് പഴയ കാലങ്ങളിൽ വീടുകളൊക്കെ പണിയുന്നത് 60 വയസ്സ് കഴിഞ്ഞിട്ടാണ്. എൻ്റെയൊക്കെ വല്യപ്പച്ചൻ്റെയൊക്കെ 60-ാം വയസ്സിലൊക്കെയാണ് വീട് പണിത് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ജീവിതകാലം മുഴുവനും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ സ്വരൂപിച്ച് വെച്ച പൈസ കൊണ്ടാണ് അവരാ വീട് പണിയുന്നത്. നമ്മുടെ കാലത്ത് അതിൽ എളുപ്പം കിട്ടിയിട്ടുണ്ട്, കാരണം നമ്മൾ പുറത്തൊക്കെ ജോലിക്ക് പോയി. നമ്മുടെ ഇപ്പോഴത്തെ അടുത്ത തലമുറയ്ക്ക് അവർക്ക് വീട് വിവാഹം കഴിക്കുമ്പോഴേ പുറത്തായതിനാൽ വാങ്ങിക്കാൻ സാധിക്കുന്നു. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ പിന്നത്തെ തലമുറ വരെ അവർക്ക് വീടും വേണ്ട, കൂടും വേണ്ട, ഒന്നും വേണ്ട, ചന്ദ്രനിൽ പോയി താമസിച്ചാൽ മതിയെന്ന്. കാലങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. നമ്മൾ എവിടെയായിരുന്നാലും ഏത് സ്ഥലത്ത് നമ്മളെ ആക്കിയാലും കർത്താവിൻ്റെ ഭവനമായിട്ട് നമ്മൾ മാറണം. കാലങ്ങൾ മാറിക്കാണും. നമ്മുടെ വല്യപ്പച്ചന്മാർ മരിച്ചുപോയി. അവരുടെ തീഷ്ണമായ ക്യാരക്ടറാണ് നമ്മളെ ഇന്നും ക്രിസ്തുവിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. നമ്മുടെ തീഷ്ണതയാണ് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കടന്നു ചെല്ലേണ്ടത്. അതിന് തീഷ്ണതയുണ്ടോ? അങ്ങനെയുള്ള ഒരു എബ്രായ ലേഖനം പഠിച്ചിരിക്കണം. നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ ഈ നാം തന്നെ ദൈവത്തിൻ്റെ ഭവനമാകുന്നതിന് ചില കല്ലുകളെക്കുറിച്ചാണ് ആദ്യമേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ മോശയോടുള്ള കമ്പാരിസൺ കഴിഞ്ഞിട്ടാണ് 3-ാം അധ്യായത്തിൽ ക്രിസ്തുവോ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായ പുത്രൻ. ക്രിസ്തു ഭവനത്തിൻ്റെ പുത്രൻ, അധികാരിയായ പുത്രനാണ്. അത് പുത്രനാണെങ്കിൽ അവകാശമുണ്ട്. അപ്പോൾ ഈ അധികാരമുള്ളവന് ആ വീടിൻ്റെ ഉടമസ്ഥൻ കൂടെയാണ്. അല്ല ചുമ്മാതെ ഭവനം ചമയ്ക്കുന്നവനാണ്, ചമയിപ്പിച്ചവനാണോ, അതായത് പണിയിപ്പിച്ചവനാണോ വില വെച്ചോ? പണിയിപ്പിച്ചവനാണ്. പണിയിപ്പിച്ചവൻ ആരാ? ക്രിസ്തുവാണ്. പിതാവാം ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന് നമ്മളെക്കുറിച്ചുള്ള കരുതലിൽ അവൻ ദൈവത്തിൻ്റെ ഭവനമാക്കി നമ്മളെ മാറ്റുമ്പോൾ വസിക്കുന്ന ആരാന്നറിയാമോ? 3 പേര്: പിതാവ്, പുത്രനെ, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു പുതു സൃഷ്ടിയാകുമ്പോൾ അത് ഈ പുതിയ നിയമത്തിൻ്റെ ഒരു പ്രത്യേക ഒരു വലിയ ഭാഗ്യമാണ്. പഴയ നിയമത്തിൽ അതുവരെയുള്ളവരെല്ലാം ദൈവത്തിൻ്റെ ഭൃത്യന്മാർ. ഭൃത്യൻ എന്നുള്ള പദവി അഴുക്കല്ല കേട്ടോ. ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരാളെയാണ് ഭൃത്യൻ എന്ന് പഴയ നിയമത്തിൽ വിളിക്കുന്നത്. കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയവർ, അവരൊക്കെ ദൈവത്തിൻ്റെ ഭൃത്യന്മാർ. ദൈവം പറയുന്നത് കേൾക്കും. നമ്മളിപ്പം ഭൃത്യന്മാരോട് ഇത് ചെയ്യുന്ന ഒരു ചോദ്യം ചെയ്യാതെ ചെയ്യില്ല. ഏലിയാവിനോട് പറഞ്ഞു പോയി ഈ ബാൽവിഗ്രഹങ്ങളെ വർഷിപ്പ് ചെയ്തിരിക്കുന്ന ആ ആസാഫിനെയും ജസബലിനെയും പോയി നീ കാണേ എന്ന് പറഞ്ഞപ്പം എൻ്റെ പൊന്നെ പോയി കണ്ടല്ലോ. കണ്ട തന്നെ ആ ബലം കിട്ടിയത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. മോശ ചെങ്കടലിനെ 2ആയിട്ട് മുറിച്ചത് എങ്ങനെയാണ്? ദൈവശക്തി കടന്നു വന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നാം ദൈവത്തിൻ്റെ ഭവനമാകുന്നു. നമ്മൾ കല്ലുകളാണ്, പല കല്ലുകളായിട്ടാണ്. പല വീടിന് കല്ലുകൾ ആവശ്യമുണ്ടല്ലോ പണിയാൻ. കല്ലില്ലാതെ പണിയാനൊക്കത്തില്ലല്ലോ. ബേസിക് ഫൗണ്ടേഷൻ ഹാസ് ടു ബി ഓൺ ദ റോക്ക് ഓഫ് ക്രൈസ്റ്റ്. അപ്പം ക്രിസ്തുവാകുന്ന പാറമേൽ വീട് പണിയുന്നതിനെക്കുറിച്ച് പറയുമ്പം
4-5 കല്ലുകളെക്കുറിച്ച് എടുക്കുന്നു. ഒന്ന് അടിസ്ഥാനക്കല്ല്. യെശയ്യാ 28:16. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാനക്കല്ല് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഏതൊരു ഭവനത്തിനും ഒരു അടിസ്ഥാനക്കല്ല് വേണം. യെശയ്യാവ് പറഞ്ഞു തന്നിട്ടുണ്ട് 28:16. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ല് വിലയേറിയ മൂലക്കല്ലായി ഒരു അടിസ്ഥാനക്കല്ല്. അപ്പോൾ ശോധന ചെയ്ത് ദൈവം തന്നെ ശോധന ചെയ്തിട്ട് അതിന് വിലപിടിപ്പുള്ളതും അതിൻ്റെ മൂലക്കല്ലായിട്ടുമായിട്ടുള്ള അടിസ്ഥാനക്കല്ലായിട്ടാണ് ക്രിസ്തു കടന്നു വന്നിരിക്കുന്നത്. ക്രിസ്തുവില്ലാതെ ഒരു ഭവനം പണിയാൻ ഒക്കത്തില്ല. അവനാണ് എൻ്റെ അടിസ്ഥാന കല്ല്. അറിഞ്ഞോ അറിയാതെ ഈ ഭവനം നിൽക്കുന്നത് ക്രിസ്തുവാകുന്ന പാറയിന്മേലാണ് എന്ന് എനിക്കുറപ്പുണ്ട്. അത് ഒരു വ്യക്തിക്ക് ആ ഒരു സത്യം മനസ്സിലാക്കുമ്പം എന്നൊക്കെ കാറ്റും കോളും വന്നാലും ഞാൻ അനങ്ങത്തില്ല. ഞാൻ നിൽക്കുന്ന പാറയ്ക്ക് ഉറപ്പുണ്ട്. എനിക്കല്ല ഉറപ്പ്, നിൽക്കുന്ന പാറയ്ക്ക്. അവനെന്നെ കരുതുന്ന ദൈവമാണ്. അതാണ് ആദ്യത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് ക്രിസ്തുവിൻ്റെ ഭവനത്തിൻ്റെ മൂലക്കല്ല് ആരാണ്? യേശു. മത്തായിയുടെ സുവിശേഷം 21:12 അപ്പോസ്തല പ്രവൃത്തി 4:11 എടുക്കുന്നത്. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ദൈവാലയത്തിൽ ചെന്നു. ഇപ്പോൾ ആലയം പണിത് കഴിഞ്ഞിരിക്കാം. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്ന പീഠങ്ങളെയും മറിച്ച് കളഞ്ഞു. അവരോട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. അറിഞ്ഞോ അറിയാതെയോ 24 മണിക്കൂറും അവിടുന്ന് പ്രാർത്ഥന പൊങ്ങണം. അതുകൊണ്ട് പഴയ നിയമത്തിലെ യാഗം ചെയ്തിരുന്ന പുരോഹിതന്മാർ അവരൊരിക്കലും ഇരുന്നിട്ടില്ലെന്ന്. അവർ യാഗം ചെയ്യാൻ വരുമ്പം എത്രയോ സംഖ്യകളാണ്. ആട്ടുകൊറ്റനെയും കാളക്കിടാവിനെയും അതിനെയൊക്കെ കൊണ്ടുവന്ന് അവർ യാഗവസ്തുവായിട്ട് കൊടുക്കുമ്പം യാഗപശുവിനെ അറുക്കാൻ തക്കവണ്ണം അല്ലെ ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ മേലുള്ള പാപങ്ങളെ മാറ്റി, മനുഷ്യൻ്റെ പാപം മാറ്റി അതിലോട്ട് മാറ്റി ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിനെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഈ പുരോഹിതനൊരിക്കലും ഇരിക്കുന്നില്ല. അവർ നിൽക്കുകയാണ്. ഇരിക്കാനൊക്കത്തില്ല, അതുപോലെ ബിസിയായിരുന്നു. അങ്ങനെയുള്ളവരിടത്ത് ദൈവത്തിൻ്റെ പറയുകയാണ്. ഇവിടെ പഴയ നിയമത്തിൽ അല്ല, പുതിയ നിയമമായി ഇപ്പോൾ. അപ്പോൾ യേശു ആലയത്തിൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെ എന്താണ്? ദൈവാലയത്തിൽ എന്താ വിൽക്കുകയാണ്? ഓരോ സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ, പൊന്നുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, കാല് കയ്യ് കണ്ണ് സാധനങ്ങൾ ഉണ്ടാക്കിയത് വിൽക്കുന്നു. 2, പിന്നെന്താ കർത്താവ് കണ്ടത്? പ്രാക്കളെ വിൽക്കുന്നു. എല്ലാം കർത്താവ് മേശയോട് എടുത്ത് ദൂരെ കളഞ്ഞു വെച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് ഉടമസ്ഥൻ വരികയാണ്. ഉടമസ്ഥൻ വന്ന് പറയുകയാണ്, ഇത് എൻ്റെ ആലയം, ഇത് പ്രാർത്ഥനാലയമാണ്. ഇതാണ് പിതാവിൻ്റെ ഇഷ്ടം. അതായത് പിതാവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ബഥേലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ആലയം നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് അതിവിശുദ്ധമാക്കി തന്നെ സൂക്ഷിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അന്നത് ദൈവം ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ പള്ളിക്കകത്ത് വിൽപ്പനകൾ നടത്താതിരിക്കുന്നത്. ചിന്തിച്ച് നോക്കിക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ ആലയം നിന്ന് പോകും. പള്ളിയിൽ അല്ലെങ്കിൽ സഭായോഗം നടത്തുന്ന സ്ഥലങ്ങൾ അശുദ്ധമാക്കാൻ വളരെ എളുപ്പമാണ്. പ്രാർത്ഥിക്കാതിരുന്നാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. ദുഷ്ടാത്മാക്കൾ ഇടിച്ച് കയറിക്കോളും. ദൈവത്തിൻ്റെ പ്രവർത്തനം ഉള്ളിടത്ത് ദുഷ്ടാത്മാക്കൾ വരും. പക്ഷെ നമ്മൾ തീ കത്തിക്കൊണ്ട് നിൽക്കണം. ഒരു സ്റ്റൗവിന്മേൽ തീ ഉണ്ടെങ്കിൽ അതിൻ്റെ മേൽ ഈച്ചയിരുന്നാൽ ചത്തുപോകും. നമ്മൾ തീയായിട്ട് മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി വെച്ചിരിക്കുന്നു. അത് ദൈവത്തിന് സങ്കടമാണ്. നമ്മൾ മൂലക്കല്ലാക്കി യേശുക്രിസ്തുവിനെ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ആലയമാക്കി കാണുമ്പം അങ്ങനെ കാണണം. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 4:11 പറയുന്നത്, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. ആര്? യേശു. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. വേറൊരു കല്ലില്ല. ഈ കനോട്ട് റിപ്ലേസ് ഇറ്റ് വിത്ത് സംതിങ് എൽസ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല.
ഒന്നുകിൽ ഇതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം, അല്ലെങ്കിൽ നീ അതിരി പുറത്ത്. 2 തോണിയിൽ കാല് ചവിട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. നമ്മൾ എത്ര നിർബന്ധിച്ചാലും ഒരു വ്യക്തിയെ മാറ്റാനൊക്കത്തില്ല. ശൗല് ദൈവമക്കളെ കൊല്ലാനായിട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് വലിയ അധികാരത്തോടൊക്കെ തന്നെ പോയത്. പക്ഷേ ദമസ്കസിലേക്ക് പോകുന്ന വഴിക്ക് ദൈവം ഒന്ന് കണ്ടു. അതോടെ ശൗല് മാറി, പൗലോസായി മാറി. 3 വർഷത്തേക്ക് പിന്നെ സൗദി അറേബ്യയിലായിരുന്നു. നമ്മളും 3 പല വർഷങ്ങൾ സൗദി അറേബ്യയിലായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ കല്ലുകളായിട്ട് മാറണമെങ്കിൽ നമ്മൾക്ക് തീക്ഷ്ണമായ, വിശുദ്ധമായ, ശോധന ചെയ്ത അടിസ്ഥാനക്കല്ല്, മൂലക്കല്ല് ഒക്കെ ഉണ്ടായിരിക്കണം. ഇനി ആണിക്കല്ലെന്ന് പറയുന്നു. സക്കറിയ 4:7, സെറുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയാകും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും. അപ്പം ഇവിടെ ആണിക്കല്ലായിട്ട് കയറ്റുന്നത് കൃപയാണ്, പഴയ നിയമം തന്നെയാണ്. കൃപ എന്ന ആണിക്കല്ലുണ്ടെങ്കിലേ നമുക്ക് മുൻപോട്ട് കയറാനൊക്കത്തുള്ളൂ. സെറുബ്ബാബേലിൻ്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവൻ തന്നെ അത് പൂർത്തിയാക്കും. നിർബന്ധമാണ് ദൈവത്തിന്. തുടങ്ങിയവനെ കൊണ്ട് തന്നെ പൂർത്തിയാക്കിക്കുന്ന ഒരു ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞാനാണ് തുടങ്ങിയെങ്കിൽ എനിക്കറിയാവുന്നത്. ചില അമ്മയപ്പന്മാർ പറയത്തില്ലേ, പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാനാണ് അവനെ പഠിപ്പിക്കുന്നത്, അവൻ ക്ലാസ്സിൽ ഫസ്റ്റാകും. കാരണം അമ്മയ്ക്കറിയാം എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന്. അടിക്കുകയൊന്നും വേണ്ട, സ്നേഹത്തിൻ്റെ അറിവിൻ്റെ ആ തീഷ്ണത. അതുപോലെ തന്നെയാണ് യേശുക്രിസ്തു നമ്മുടെ ആത്മാവിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, സെറുബ്ബാബേലിൻ്റെ കൈയാണ് ഈ ആലയത്തെ തുടങ്ങിയത് എങ്കിൽ ഈ ആണിക്കല്ല് കൃപ എന്ന ആണിക്കല്ല് അടിച്ചിട്ട് അത് പൂർത്തിയാക്കിച്ചു തരും. വിശ്വസ്തൻ. 1 പത്രോസ് 2:2-4-5 നമ്മെ ജീവനുള്ള കല്ലുകളായി കർത്താവ് കാണുന്നു. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. എന്തിനാ പണിയുന്നത്? വിശുദ്ധ പുരോഹിത വർഗം. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകുകയില്ല. ഇവിടെ അത് 1 പത്രോസ് 2:7-10 വരെയുള്ള. അപ്പം നമ്മളോട് ഇപ്പോൾ പറയുന്നത് 1 പത്രോസ് 2:4-5 വരെയുള്ള വാക്യത്തിൽ എന്നെയും നിങ്ങളെയും ജീവനുള്ള കല്ലുകളാക്കി മാറ്റണമെങ്കിൽ ജീവനാകുന്ന ക്രിസ്തുവാകുന്ന കല്ലിന്മേൽ ഉറപ്പിച്ചു വെക്കണം. ഇത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ പവർ ഇങ്ങനെ മേളോടി കല്ല് ക്രിസ്തുവാകുന്ന പല്ലേൽ നമ്മൾ ആണിക്കല്ലിട്ട് അല്ലെങ്കിൽ അടിത്തറ ഇട്ട് വെച്ചിരിക്കുന്ന ഭവനത്തിലേക്ക് പകർന്ന് ജീവൻ പകർന്ന് മുകളിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അത് അപ്പച്ചൻ ചെയ്തോളും, നമ്മൾ പറഞ്ഞാൽ മതി. ബാക്കി ദൈവത്തിൻ്റെ ജോലിയാണ്. അത്ര വെച്ച് നിർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രിസ്തുവിൻ്റെ ഭവനങ്ങളാക്കി ഞങ്ങളെ മാറ്റാമെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. ഇത് ഞങ്ങൾക്കൊരു പ്രശംസയാകണം, ഇത് നമ്മുടെ ഒരു പ്രത്യാശയാകണം. അതിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ ഇട്ട് തരണം. ഒരു ദിവസം ആണിക്കല്ലിട്ടേച്ച് അല്ലെ മൂലക്കല്ല് അടിസ്ഥാനക്കല്ലിട്ടേച്ച് വേറെ കല്ല് കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പണിതത് തന്നെ അപ്പച്ചൻ. അതിലൊന്നും ആരും തൊടുകയില്ല. ഞാൻ ഈ താമസിക്കുന്ന വീട് പോലും 16 വർഷം കൊണ്ടാണ് അപ്പച്ചൻ പണിത് തീർത്തത്. പണിത് തുടങ്ങിയവൻ ഇടയ്ക്ക് നിർത്തിയെങ്കിലും പൂർത്തീകരിച്ച് തന്നു. അതുകൊണ്ടാണല്ലോ നിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയാനൊക്കുന്നത്. അതുപോലെ തന്നെ ആത്മീക ഗോളത്തിൽ ഞങ്ങൾക്ക് തലമുറകൾക്ക് ആലയം പണിയുന്നവൻ നീയാണ്. നിൻ്റെ മഹാശക്തി പടർന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട അപ്പച്ചൻ ഞങ്ങളെ പണിയാൻ തുടങ്ങിയിരിക്കുന്ന നല്ല കല്ലുകൾ ചെത്തിവെടിപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന് സ്തോത്രം. ക്രിസ്തുവാകുന്ന ആ മൂലക്കല്ല് അടിസ്ഥാനക്കല്ല് ജീവനുള്ള കല്ലിന്മേൽ വീട് പണിത് തന്നാട്ടപ്പച്ചൻ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.